ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? +1 ട്രയൽ അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളുകളിൽ ആഗ്രഹിച്ച സബ്ജക്റ്റുകൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാവും. ഇനി സപ്പോസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ആരും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെ തുടർന്ന് ഇനി ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡും തേർഡും എല്ലാം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ ഉറപ്പായും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്കൂളുകളിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചിരിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം 60,000 പുതിയ സീറ്റുകളാണ് +1 വേണ്ടി ഗവൺമെൻറ് പുതിയതായിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ കോൺഫിഡൻ്റ് ആയിരിക്കുക, ഒരു പ്രശ്നവും അതിനകത്തില്ല. ഇനി നമ്മുടെ പ്രധാന കാര്യത്തിലോട്ട് കിടക്കാം. +1 സയൻസ് എടുക്കാൻ തീരുമാനിച്ചവർക്ക് പ്രധാനപ്പെട്ട വെല്ലുവിളി ഉയർത്തുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെയായിരിക്കും. മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ കസിൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും പ്രധാനമായും നീ സയൻസ് എടുത്താൽ നീ പെട്ടുപോകുമെടാ, നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന സബ്ജക്റ്റ് അല്ല സയൻസ് എന്നൊക്കെ പറയുന്നുണ്ടാവുക. സോ ആ കാര്യം കംപ്ലീറ്റ്ലി അങ്ങ് ഒഴിവാക്കി കളയാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ചെവി കൊടുക്കാതിരിക്കാനോ അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മറിച്ച് എന്തുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവുക? അതിന് കുറച്ചെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടാവില്ല, തീർച്ചയായും ഉണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് മുന്നേ സയൻസ് എടുത്തിട്ട് പാളിപ്പോയിരിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കാര്യം തന്നെയാണ്. അതെന്തുകൊണ്ടായിരിക്കും അവർക്കെല്ലാം ഈ പറയുന്ന സയൻസ് എടുത്തിട്ട് പരീക്ഷയിലോട്ട് അടുക്കുന്ന സമയത്ത് പല പരീക്ഷകളും ബുദ്ധിമുട്ടായിരുന്നത്? അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ +2 പരീക്ഷ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിജയ ശതമാനത്തിൽ വലിയൊരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. സിമിലർ വേ ഫുൾ മാർക്കിൻ്റെ എണ്ണത്തിലും A+ൻ്റെ എണ്ണത്തിലും എല്ലാം വലിയ കുറവാണ്. സോ അവർ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യ പാറ്റേൺ ആയിരുന്നില്ല എല്ലാ സബ്ജക്റ്റുകൾക്കും അവർ ഫേസ് ചെയ്തത്. പ്രധാനമായും പറയുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയുമാണ് അവർക്ക് കൂടുതൽ പണി നൽകിയിട്ടുള്ളത്. മോഡൽ എക്സാമിന് വളരെ എളുപ്പമുള്ളൊരു ചോദ്യ പേപ്പർ നൽകിയിട്ട് പബ്ലിക് എക്സാമിന് വളരെ കട്ടി കൂടിയ അവരൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു അവർക്ക് മുന്നിൽ വെച്ചത്. ഇത്തരം പ്രശ്നങ്ങൾ ഞങ്ങളുടെ ബാച്ചിനും സംഭവിക്കുമോ സാറേ? അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങളാകെ പെട്ടുപോവില്ലേ എന്നായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും മനസ്സിലുണ്ടാവുന്ന ചോദ്യം. മക്കളെ, അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് സംഭവിച്ചാലും അത് ടാക്കിൾ ചെയ്യാൻ, അത് ക്രാക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. മറിച്ച് അതെങ്ങനെ ഒഴിവാക്കാമെന്നല്ല. കാരണം ഉറപ്പായും ആ പറയുന്ന ചോദ്യ പേപ്പർ എന്നുള്ള ചോദ്യങ്ങളെല്ലാം സിലബസ് ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ്. സിലബസിനപ്പുറം ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ആയിരുന്നില്ല. മറിച്ച് സ്ഥിരമായി കാണാറുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ തുടക്കം മുതൽ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങൾക്കപ്പുറം പുതിയ 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 ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സൈലത്തിൽ ഏകദേശം 5 വിദ്യാർത്ഥികൾക്കാണ് ഫുൾ മാർക്ക് അഗ്നി ബാച്ചിനകത്ത് പഠിച്ച കുട്ടികൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ആ 5 വിദ്യാർത്ഥികളിൽ 2 പേരോട് ഞാൻ സംസാരിച്ചിരുന്നു. ആ 2 പേര് പ്രധാനമായും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ അഗ്നി ബാച്ചിനകത്ത് ടോപ്പർ സീരീസ് എന്നൊരു ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ടായിരുന്നു. ആ സീരീസിനകത്ത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റിയും ബുദ്ധിമുട്ട് എന്ന വണ്ണം ഞങ്ങളുടെ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. സോ ആ പറയുന്ന ചോദ്യങ്ങളൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ക്രിസ്മസ് എക്സാമിന് ശേഷം ഞങ്ങൾ ആ ചോദ്യങ്ങളിലൂടെ തന്നെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കുക, 10ാം ക്ലാസ് വരെയുള്ളൂ ഈ ഫുൾ A+ന്റെ തിളക്കം എന്ന് പറയുന്നത്. +1 +2 നിങ്ങൾ ലക്ഷ്യമിടേണ്ടത് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം കേരളത്തിൽ മുഴുവൻ മാർക്കും നേടിയെടുത്ത +2 വിദ്യാർത്ഥികളുടെ എണ്ണം വെറും 41 മാത്രമാണ്. അതെല്ലാ സ്ട്രീമുകളും കൂടിയുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അതുപോലെ തന്നെ സയൻസിനകത്ത് കമ്പ്യൂട്ടർ സയൻസും ബയോളജി സയൻസും എല്ലാത്തിലും കൂടി 41 പേർക്ക് മാത്രമേ മുഴുവൻ മാർക്കുള്ളൂ. ആ ഒരു 41-ൽ നിങ്ങൾ എന്തായാലും എത്തിച്ചേരാനുള്ള പ്രയത്നമായിരിക്കണം നിങ്ങളെല്ലാവരും തുടങ്ങേണ്ടത്. ഇനിയിപ്പോൾ ഉടനെ തന്നെ സ്കൂളുകൾ ആരംഭിക്കുന്നുണ്ട്. സോ സ്കൂളുകൾ ആരംഭിച്ച് പരീക്ഷയോട് അടുക്കുമ്പോൾ ആവരുത് നിങ്ങൾക്ക് ഈ ബോധ്യവും ഈ തിരിച്ചറിവും വരേണ്ടത്. തുടക്കം മുതൽ നിങ്ങളെല്ലാവരും കൃത്യമായി പഠിക്കണം. എനിക്ക് മറ്റൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഇനിയും ആവശ്യമില്ല, ഞാൻ സ്വന്തമായിട്ടാണ് 10ാം ക്ലാസ് പഠിച്ച് ഇത്രയും മികച്ച മാർക്ക് നേടിയത് എന്ന കോൺഫിഡൻസിലിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, തനിയെ തന്നെ പഠിച്ചു തുടങ്ങിക്കോ, ഒരു കുഴപ്പവുമില്ല. എന്നാൽ മറ്റു ചില കുട്ടികളുണ്ടാവും, എനിക്ക് സ്വന്തമായി പഠിച്ചു കഴിഞ്ഞാൽ +1 +2 മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊരു ടെൻഷൻ ഉള്ളിലുണ്ട്. എത്ര തന്നെ ഒരു ചാപ്റ്റർ പഠിച്ചാലും ആ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കോണ്ടന്റ് പഠിച്ചാൽ മതിയോ, ഇത്രയും ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതിയോ എന്നൊരു കോൺഫിഡൻസ് കുറവ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. സോ അത്തരം കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. ആ എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ പേര് തന്നെയാണ് സൈലത്തിന്റെ +1 അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിയ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ കെമിസ്ട്രിയുടെയും മാത്സിന്റെയും എല്ലാം ഫസ്റ്റ് പാർട്ട് ലൈവ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ നൽകിയതാണ്. സിമിലർ വേ അതിന്റെ സെക്കൻഡ് പാർട്ട് ലൈവുകൾ ആപ്പിലും നമ്മൾ നൽകിയതാണ്. സോ ഇന്ന് ഫിസിക്സിന്റെ ഊഴമാണ്. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും കൃത്യമായി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ സ്കൂൾ തുറക്കുമ്പോഴേക്കും എല്ലാ സബ്ജക്റ്റുകളുടെയും ചുരുങ്ങിയത് ഒരു ചാപ്റ്റർ എങ്കിലും മുഴുവനും പഠിച്ചിട്ടാണ് നിങ്ങളെല്ലാവരും അഗ്നി ബാച്ചിലെ കുട്ടികൾ സ്കൂളിലോട്ട് കയറി ചെല്ലാൻ പോകുന്നത്. സോ ആ രീതിയിൽ തന്നെ ആവണം നിങ്ങൾ പഠിക്കേണ്ടത്. ടീച്ചർ ബോർഡിനകത്ത് 1ാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക് എഴുതി തുടങ്ങുമ്പോൾ
ഈ ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാമെന്ന കോൺഫിഡൻസിൽ വേണം നിങ്ങൾ ക്ലാസ് മുറികളിലോട്ട് കയറി ചെല്ലാൻ, ക്ലാസ് മുറികളിൽ ഇരിക്കാനും. റൈറ്റ്. സോ ഇനിയും നിങ്ങൾക്ക് അഗ്നി ബാച്ചിനകത്ത് അഡ്മിഷൻ എടുക്കാം. അതിനൊട്ടും തന്നെ വൈകിയിട്ടില്ല. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. കാരണം നാളേക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നിങ്ങളെക്കാളും നിങ്ങളുടെ മുന്നേ പഠിച്ചു തുടങ്ങിയ കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ലേറ്റ് ആക്കരുത്. ഇന്നത്തെ ലൈവ് 7 മണിക്കാണ്, മറന്നു പോകരുത്. സോ കൃത്യസമയത്ത് വരിക എല്ലാവരും. അതിൻ്റെ ഒപ്പം തന്നെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. നമുക്ക് കാണാം.